മൈക്ക് പിടിക്കാൻ പോലും മതി ഗൈസ്. ഈ സൂപ്പർ സെറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കത്തിപ്പോകും. ഇന്ന് നമ്മുടെ ഒരു സ്പെഷ്യൽ ഡേ ആണ്, നമ്മുടെ ട്രാൻസ്ഫോർമേഷന്റെ ഡേ 2. ഇന്ന് നമ്മുടെ കോച്ചുമായിട്ടാണ് ഇന്നത്തെ വർക്കൗട്ട് ഉള്ളത്. ഇനി നമ്മള് ബാക്കും ബൈസെപ്സും ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഇപ്പൊ ട്രാൻസ്ഫോർമേഷൻ ചെയ്യാനെ പറ്റി 2 വാക്ക് കോച്ച് സംസാരിക്കും. So we are doing a 12-week transformation. So Subin's back course tightness ulla karanam we have curated some workouts for him. So we are starting with one arm barbell row. So let's move on to that. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് വർക്കൗട്ട് ചെയ്യുന്നത്. ഈ വർഷം ഇഞ്ചുറി വന്ന് ഞാൻ നിർത്തത്തില്ലെന്ന് പറഞ്ഞില്ലേ, ഇഞ്ചുറി വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വർക്കൗട്ടാണ് ഇതൊക്കെ. കഴിഞ്ഞിട്ട് ഇതുപോലെയാണ് നമ്മൾ മറ്റേ ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് ഇങ്ങനെ 2 പിടി ഒറ്റടി ഒറ്റ കിടക്കും നേരത്താവത്തില്ല. When you do this, അതാണ് കോൺട്രാക്ഷൻ. സോ അതിൽ എയർ ഉണ്ടായിരിക്കുമ്പോൾ നിനക്ക് ഫുൾ കോൺട്രാക്ഷൻ കിട്ടില്ല. സോ ബ്രീത്ത് ഔട്ട്, കോൺട്രാക്ട്. അപ്പൊ ഇതൊരു ഫിസിക്കൽ മാസ് ആണ്. ഫിസിക്കൽ മാസ് ഭൂമിയുടെ ഗ്രാവിറ്റേഷനോടെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ നമ്മളൊരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യണം, അതാണ് നമ്മുടെ എയർ. സോ വെൻ യു ആർ പുള്ളിങ്, ബ്രീത്ത് ഔട്ട്. ആ ടെക്നിക്കാണ്. വർക്കൗട്ട് ചെയ്യുമ്പോൾ കുറെ മിസ്റ്റേക്സ് വരുമല്ലോ. ഇപ്പൊ ഞാൻ ആയ കാലത്ത് ഡെഡ് ലിഫ്റ്റ് ചെയ്ത കുറച്ച് മിസ്റ്റേക്കിനെയാണ് ഇപ്പോൾ ഒരു ഇഞ്ചുറി കൊണ്ടിരിക്കുന്നത്. അതെന്താ എന്റെ കാര്യം? ബിഗിനേഴ്സ് ഫസ്റ്റ് മെയിൻ ആയിട്ട് ബാക്ക് വർക്കൗട്ട് ആരും ശരിക്കും ഫീൽ ചെയ്യില്ല. കാരണം ബാക്ക് നമുക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് മസിൽസ് കാണാൻ പറ്റില്ല, ബാക്കി എല്ലാ മസിൽസും നമുക്ക് കാണാൻ പറ്റും വർക്കൗട്ട് ചെയ്യുമ്പോൾ. സോ നമ്മൾ മാക്സിമം മസിൽ ഫീൽ ചെയ്യണം. അതായത് ഇപ്പൊ ബാക്ക് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ എൽബോ നമ്മുടെ ബോഡിക്ക് ബാക്കിലോട്ട് പോയാൽ മാത്രമാണ് മാക്സിമം മസിൽ കോൺട്രാക്ഷൻ കിട്ടുള്ളൂ. സോ ആരും അത് മാക്സിമം കോൺട്രാക്ഷൻ ചെയ്യാറില്ല, ആ കോൺട്രാക്ഷൻ ഹോൾഡ് ചെയ്യാറില്ല. സോ ഹോൾഡ് ചെയ്തിട്ട് ആ ഹോൾഡിങ് നമ്മുടെ ബ്രെയിനിലേക്ക് സിഗ്നൽ പാസ് ആവണം. കാരണം ഇന്ന മസിലാണ് നമ്മൾ ഹോൾഡ് ചെയ്യണമെന്നുള്ളത് നമ്മുടെ ബ്രെയിനിന് സിഗ്നൽ കിട്ടണം. അപ്പൊ ഹോൾഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ ആക്ടിവേഷൻ ആവുള്ളൂ. സോ അതാരും അങ്ങനെ ഫോക്കസ് ചെയ്യാറില്ല. അതുകൊണ്ടാണ് നമുക്ക് ബാക്ക് മിക്കവർക്കും ബാക്ക് വീക്ക് ആയിട്ട് വരുന്നത്. ആ സ്ട്രെച്ചും ഫീൽ ചെയ്യണം. സോ സി ബാക്ക് ഇസ് എ കളക്ഷൻ ഓഫ് മസിൽസ്. ഒരു മസിൽ മാത്രമല്ല, പല ഗ്രൂപ്പ് ഓഫ് മസിൽസ് ആണ്. സോ അതിന് നമ്മൾ പല ആംഗിളിൽ നമ്മൾ ഹിറ്റ് ചെയ്താലാണ് അത് വർക്ക് ആവുള്ളൂ. അപ്പൊ ലാറ്റ്സിന് വർക്ക് ആവണമെങ്കിൽ പല ആംഗിളിൽ നിന്ന് ഹിറ്റ് ചെയ്യണം. ലാറ്റ്സിന് പല സ്ട്രെച്ച് ആവശ്യമായിട്ട് വരും. റോംബേർഡ്സിന് വർക്ക് ചെയ്യണമെങ്കിൽ അത് പല ആംഗിളിൽ നിന്ന് ഹിറ്റ് ചെയ്യണം. ട്രാപ്സിന് വർക്ക് ചെയ്യണമെങ്കിൽ അത് വേറെ ആംഗിളിൽ നിന്ന് ഹിറ്റ് ചെയ്യണം. സോ അങ്ങനെ നമ്മൾ പല ആംഗിളും ശ്രദ്ധിക്കണം. സോ അത് നമ്മൾ ശ്രദ്ധിച്ച് വർക്ക് ചെയ്താൽ നമുക്ക് നല്ലൊരു ബാക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റാതായി. അതിന് ഇഞ്ചുറി ഇല്ലാത്ത ഇഞ്ചുറി വരുത്തായിരിക്കും. പിടിക്കാനൊന്നും വയ്യ. പറഞ്ഞ ഞാൻ എന്ത് ഡ്രോപ്പും ചെയ്യും. റെസ്റ്റ് എടുത്തോട്ടെ. മൈക്ക് പിടിക്കാൻ പോലും മതി ഗൈസ്. ഈ സൂപ്പർ സെറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കത്തിപ്പോവും. ഇരുന്ന് കൊഞ്ഞളം കുത്തുന്നുണ്ട്. പക്ഷെ ഈ വർക്കൗട്ട് അല്ല ഞാൻ ജിമ്മിൽ ചെയ്യിച്ചിരിക്കും ഞാൻ. അപ്പൊ ഇത് കാണണം, ഈ കിണി അവിടെ കാണണം. ബോഡി ബിൽഡറായി 18-19 ഇവിടെ ഇപ്പൊ കുറെ ടീം ബിസിനസ് പറയാനില്ല, ബോഡി ബിൽഡിങ് പറയാൻ ആളില്ല, വർക്കൗട്ടിന്റെ കാര്യം പറയാനില്ല, ഡയറ്റ്
ഞാനിപ്പോ മറ്റേ മക്കാവലി മോട്ടിവേഷനൊക്കെ ഇട്ടുകൊണ്ട് നേരെ പോയാൽ കടിക്കും. അതേ ഉള്ള ആകെ. ഞങ്ങൾ ലാസ്റ്റ് ഷോ ചെയ്ത് മിസ്റ്റർ കേരള അല്ലേ, കേരള അലപ്പി ചെയ്തു. പിന്നെ കേരള റണ്ണറപ്പ് വന്നു. അതാണ് നമ്മൾ ലാസ്റ്റ് ചെയ്ത ഷോ. പിന്നെ ഇപ്പഴാ ചെയ്യുന്നത്. എന്നോട് കോമ്പറ്റീഷൻ പ്രപ്പറിനെ പറ്റി 2 വാക്ക്. എന്റെ പ്രപ്പറിനെ പറ്റി ഞാൻ അടിപൊളിയായിരുന്നു. ഇപ്പൊ മഹാമടിയനായിരുന്നു. പക്ഷേ നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ നമ്മൾ ചെയ്തതിന് മുന്നേ കുറച്ച് ദിവസങ്ങൾ വീഡിയോ ഐ തിങ്ക് 6 months പ്രപ്പ് ചെയ്തു. നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ ചെയ്തു. ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വന്ന് പിന്നെ ഇപ്പൊ വീണ്ടും നമ്മൾ ട്രാൻസ്ഫോർമേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 12 week ട്രാൻസ്ഫോർമേഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. Day 2 going down. It's day 2 and we are killing it. ഞാൻ 18-19 എത്തി. അങ്ങനെ നമ്മൾ വർക്കൗട്ട് കഴിയാതിരിക്കുകയാണ് ഗൈസ്.